ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പോലീസ് സേനയിൽ നിന്നും റിട്ടയർഡായ SP ഷംസു ഇല്ലിക്കലാണ്. കൊഴിഞ്ഞു വീണ മരണങ്ങൾ ധാരാളമായി ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് സംഭവിക്കുന്നത് ആർക്കും തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണിപ്പോൾ. അതിനെക്കുറിച്ചിട്ടുള്ള ഷംസു ഇല്ലിക്കലിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ കണ്ട കാര്യങ്ങളാണ് ഇന്ന് ന്യൂസ് 95മായി പങ്കുവെക്കുന്നത്. വളരെ പൊടുന്നനെയുള്ള ഒരു മരണം. വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യം നടപ്പിലാക്കാനോ നടത്താനോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാനോ ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഗൃഹനാഥന്മാരോ ഒരു മധ്യവയസ്സിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ചെറുപ്പക്കാർ വരെയും പോകുന്ന പോക്കിൽ കുഴഞ്ഞ് വീണ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പം നിലവിലുണ്ട്. ആ നിലവിലുള്ള അവസ്ഥ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ആർക്കും ഇതേവരെ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിലും പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒന്ന് കോവിഡിൻ്റെ തകരാറോ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ മറ്റു കാര്യങ്ങളോ എന്താണെന്നുള്ളത് ആർക്കും വ്യക്തതയില്ല. എന്നിരുന്നാൽ തന്നെ ഈ മരണം എന്നുള്ളത് വളരെ ഗംഭീരമായിട്ട് തന്നെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ മരിച്ച വ്യക്തിക്കും മരിച്ച വ്യക്തിയുടെ കുടുംബത്തിനും സമൂഹത്തിനും സർവ്വതാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം ഇപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണു. അയാളെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ നിലവിലുള്ള ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരാളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ആരെങ്കിലുമൊക്കെ ഇയാളെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കാറുണ്ട്. മിക്കപ്പോഴും നല്ലൊരു ശതമാനം കേസുകളിലും ഇവർ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും മരണപ്പെട്ടിട്ടുണ്ടാവും. മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡോക്ടർ എന്താ ചെയ്യുക? ഒരാളെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാളുടെ മരണകാരണം വ്യക്തമല്ല. അത് കാരണം പോലീസ് വേണ്ട നടപടി സ്വീകരിക്കണം. ഈ കടലാസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത് പോലീസിൽ നിന്ന് ക്ലിയറൻസ് ഉണ്ടെങ്കിലേ ആശുപത്രിയിൽ നിന്ന് ഈ മരിച്ചയാളുടെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആശുപത്രിക്കാരെ പഴിചാരുന്ന സംഭവമുണ്ട്. അല്ല, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസിന് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് എങ്ങനെ പറയാൻ പറ്റും? എന്തായാലും കബഡി നിരത്തി പറയാൻ പറ്റില്ലല്ലോ ഇയാളുടെ മരണകാരണം ഇന്നതാണെന്ന്. അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും ഈ മരണത്തിൻ്റെ കാരണം വ്യക്തമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ബോഡിക്ക് ഒരു ഇൻക്വസ്റ്റ് എല്ലാം തയ്യാറാക്കി നേരെ പോലീസ് സർജൻ്റെ അടുത്തേക്ക് അയക്കും. പോലീസ് സർജൻ്റെ അടുത്തേക്ക് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം നടത്തി ഇപ്പോൾ ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്ന കേസുകളിൽ 99.9999% ഹൃദയസ്തംഭനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖം കൊണ്ടിട്ടാണ് ആൾ മരിച്ചതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ 2 മാസത്തെ ഇടവേളകൾക്കിടയിൽ മരിച്ചു. ഇപ്പോൾ ഏതാണ്ട് 1 വർഷം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട്ടിലേക്ക് ഈ മരിച്ച ആളുകളുടെ വീട്ടിലേക്ക് എത്താനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എത്താൻ 75 മീറ്റർ സഞ്ചരിച്ചാൽ മതി. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രി ഒന്ന് ഈ മരിച്ച ആളുകളുടെ വീട് തെക്ക് ഭാഗത്താണെങ്കിൽ
പ്രധാനപ്പെട്ട ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് വടക്ക് ഭാഗത്താണ്. അത് എൻ്റെ വീട്ടിൽ നിന്ന് 75 മീറ്റർ മാറി. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള ദൂരം നോക്കുമ്പോൾ ഈ മരിച്ചയാളുകളുടെ വീട്ടിൽ നിന്ന് ഈ ആശുപത്രിയിലേക്കുള്ള ദൂരം 150 മീറ്ററാണ്. രണ്ടും ചെറുപ്പക്കാർ, നല്ല ആരോഗ്യ ദൃഢഗാത്രർ. അവർ കുടുംബക്കാരുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതും തൊട്ടടുത്ത വെറും 150 മീറ്റർ മാത്രം ദൂരമുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു ആൾ മരിച്ചുപോയി. ബോഡി വിട്ടുകൊടുക്കാൻ നിർവാഹമില്ല, പോലീസിൻ്റെ നിന്ന് ക്ലിയറൻസ് വേണം. പോലീസിനെ സ്വാഭാവികമായിട്ടും സമീപിച്ചപ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയ വിവരം, ഡോക്ടർ സംശയാസ്പദമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്കതിൻ്റെ കാരണം വ്യക്തമാകണം. ആ കാരണം വ്യക്തമായില്ല എങ്കിൽ നാളെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ സമാധാനം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഞങ്ങൾക്ക് ഈ വ്യക്തി മരിച്ചതിൻ്റെ അടിസ്ഥാന കാരണം മനസ്സിലാക്കാൻ ഈ ശരീരത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല, ഇപ്പം നിലവിലിരിക്കുന്ന അവസ്ഥ ഇതാണ്. അപ്പോൾ ദയവായി ഞങ്ങളോട് സഹകരിക്കുക എന്ന് പറയും. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ചെല്ലുന്നത് വളരെ അടുത്ത ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അവർക്കെല്ലാവർക്കും അതികഠിനമായ മാനസിക പ്രയാസം ഉണ്ടാകും. ആ മാനസിക പ്രയാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പല സംഭവങ്ങളും ആശുപത്രി ജീവനക്കാരുമായിട്ടോ ആശുപത്രിയിലെ കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നതിലോ അങ്ങനെയുള്ള സംഘർഷത്തിലേക്ക് നീങ്ങാറുണ്ട്. പക്ഷേ നിയമം അനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നമ്മളെ പഠിപ്പിക്കുന്നത്, ഇപ്പം ഞങ്ങൾ പോലീസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തുടങ്ങി പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യൂണിഫോമിലാണെങ്കിൽ പരിപൂർണമായിട്ടുള്ള ഒരു സല്യൂട്ട് ആദ്യം ആ ഡെഡ് ബോഡിക്ക് കൊടുക്കണമെന്നാണ്. നമ്മുടെ മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ എങ്ങനെയാണോ പരിപൂർണമായിട്ടുള്ള സല്യൂട്ട് കൊടുക്കുന്നത്, നമ്മുടെ ക്യാപ്പെല്ലാം വെച്ച് യൂണിഫോമിൽ കറക്റ്റായിട്ട് സല്യൂട്ട്. ഇനി അതല്ല എങ്കിൽ സാധാരണ രീതിയിലുള്ള ഡ്രസ്സാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാർഗത്തിലൂടെ എന്തായാലും ഡെഡ് ബോഡീനെ ആദരിക്കപ്പെടണം എന്ന് നിർബന്ധമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ അത്രമാത്രം നമ്മൾ ഈ ഡെഡ് ബോഡിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഡെഡ് ബോഡിയാണ് കൊണ്ടുപോയിട്ട് പിന്നെ കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ നെടുകയും കുറുകയുമെല്ലാം വെട്ടിക്കീറുന്നത്. അതിപ്പോൾ ഇവിടുത്തെ അവസ്ഥയിൽ അത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ സൂയിസൈഡൽ ഇതിൽ മരിച്ചോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇനി മർഡർ കേസിൽ മരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. അതിപ്പോൾ പണ്ടേ തുടങ്ങിയിട്ടുള്ളത് കാരണം ആർക്കും അതിൻ്റെ അകത്ത് വലിയ പ്രയാസമില്ല. പക്ഷേ ഇപ്പോൾ ഈ കുഴഞ്ഞു വീണ് മരണത്തിൻ്റെ തോത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന കാരണം ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വെറും 150 മീറ്റർ മാത്രം ദൂരമുള്ളൊരു വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള രണ്ടാളുകളുടെ വീട്ടിൽ നിന്ന് 2 മാസത്തെ ഗ്യാപ്പിന് ഒരേ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഈ 2 ആളുകളുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കേണ്ടതായിട്ട് വന്നു. അതാണ് ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ. ഇപ്പോൾ തമാശ രൂപേണയാണെങ്കിലും പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കുറിപ്പെടുത്ത് പോക്കറ്റിൽ വെക്കണം. ഞാൻ അനാവശ്യമായിട്ടുള്ള ഒരു സാധനവും കഴിച്ചിട്ടില്ല, വീട്ടിലത്തെ സാധാരണ ഭക്ഷണമാണ്. ഇനി ഞാൻ ഏതെങ്കിലും രീതിയിൽ കുഴഞ്ഞ് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകരുത്, എന്നെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് മരിക്കണ അവസ്ഥയൊക്കെ ആണെങ്കിൽ അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതേസമയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും നിങ്ങൾ മരിച്ചാലോ. അപ്പോൾ ആ രീതിയിൽ ഒരു കുറിപ്പടി എഴുതി വെക്കുന്ന ഒരവസ്ഥയും ഇനി കാലക്രമേണ ഈ ആളുകൾ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ പ്രയാസകരമായ ഒരവസ്ഥയാണ്. എത്രമാത്രം സമയം, എത്രമാത്രം ധനം
ധനമല്ല, സർക്കാരിൻ്റെ ധനമൊക്കെ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയല്ലേ, ഒരു ബോഡി ക്ലിയർ ചെയ്യാനായിട്ട്. എത്രമാത്രം മനുഷ്യാധ്വാനം, ഇതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തോ ഒരു 10,000 ഒരു കേസ് ചിലപ്പോൾ അത് സസ്പെക്റ്റഡ് ആയിരിക്കാം ആക്ച്വലി. അതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഒരു മർഡർ കേസിൻ്റെ ചേരുവകളായിരിക്കാം. അത് വസ്തുതയാണ്, അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ 10,000-ൽ-1 ഒരു കേസുകൾക്ക് വേണ്ടിയിട്ട് ഈ 9,999 പേരുടെ മൃതദേഹങ്ങളും ഈ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുക എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ പുനരാലോചിക്കേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ എറണാകുളത്ത് സർവീസിലിരിക്കുമ്പോൾ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ റാങ്കിലിരിക്കുമ്പോൾ, ഞാൻ നാട്ടുകാരനായത് കാരണം എന്നെ അന്നത്തെ കാലഘട്ടത്തിൽ, ഇപ്പോൾ 10-15 വർഷത്തിലേറെ ആയിട്ടുണ്ട്, ആ കാലഘട്ടത്തിൽ പല ആളുകളും എന്നെ സമീപിക്കും. ഇങ്ങനെ ഇന്ന ആൾ മരിച്ചു കഴിഞ്ഞിട്ട് ബോഡി അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് വിട്ടുകൊടുക്കുന്നില്ല. അപ്പം അന്നൊക്കെ മരണവും കുറവായിരുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളും കുറവായിരുന്നു. മിക്കവാറും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ആശുപത്രിക്കാർ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് വിട്ടുകൊടുക്കും. പിന്നെ ചിലവർ ബലം പിടിക്കും. ബലം പിടിച്ചു കഴിഞ്ഞാൽ ആ ബലം നിയമത്തിന് അനുസൃതമായിട്ടുള്ള ബലമാണ്. അപ്പോൾ പക്ഷേ അത് നേരെ ചെന്ന് കഴിഞ്ഞാൽ, പോലീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് നടക്കും, പോസ്റ്റ്മോർട്ടത്തിലേക്ക്. അപ്പോൾ അന്ന് എനിക്ക് നിരന്തരമായിട്ട് ഈ ആളുകളുടെ എല്ലാം, ഞാൻ നാട്ടുകാരനായത് കാരണമുള്ള ഈ കാര്യങ്ങളിൽ ഇടപെടിപ്പിക്കൽ കാരണം എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായി. അന്ന് കമ്മീഷണറായിരുന്ന അദ്ദേഹത്തിനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അവസാനം കമ്മീഷണർ ഒരു ഉത്തരവ് ഇറക്കി. അത് കൊച്ചി സിറ്റിയിൽ മാത്രം ബാധകമാണ്, അദ്ദേഹത്തിൻ്റെ അധികാരപരിധി കൊച്ചി സിറ്റിയിൽ മാത്രമായിരുന്നു. അപ്പോൾ അത് ഒരു ഉത്തരവ് ഇറക്കി. അതായത് ഒരു സാധാരണ രീതിയിൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചുപോയി എന്ന് വെച്ച് ആ ബോഡീനെ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കണമെന്ന് നിർബന്ധിക്കേണ്ടതില്ല. ആ ബോഡി അവിടുത്തെ കൂടിയിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ മരണപ്പെട്ട ആളുടെ ബന്ധുമിത്രാദികളുടെ അടുത്തും ഒക്കെ ചോദിച്ചിട്ട് ഓരോ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക. ആ സ്റ്റേറ്റ്മെൻ്റെല്ലാം ക്രോഡീകരിച്ചിട്ട് പോലീസിനപ്പോൾ ഇതിൻ്റെ അകത്തൊരു സംശയിക്കേണ്ട ആസ്പെക്റ്റ് ഇല്ല എന്ന് തോന്നിയാൽ ആ ബോഡി വിട്ടുകൊടുക്കുക ആൾക്കാർക്ക് കച്ചീട്ടിൽ. അല്ല, ഇതിൻ്റെ അകത്തൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും സംശയിക്കേണ്ടതായിട്ട് തോന്നിയാൽ ആ ബോഡീനെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് എഴുതി കൊടുത്തുകൂടി പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്കും ആശ്വാസമായി. അവർ നാളെ സമാധാനം പറയണം എന്ന ഒരു ഭയമാണ് ഇവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. ഈ ഡോക്ടർ ഇങ്ങനെ എഴുതി കൊടുക്കുന്നതോ അദ്ദേഹവും സമാധാനം പറയണം എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ്. എല്ലാവരും ഭയത്തിന് അടിസ്ഥാനമായ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഞാനൊരു 15 വർഷം മുമ്പ് കൊച്ചി സിറ്റിയിൽ നടപ്പിലാക്കിയ ഒരു സംഭവം. പക്ഷേ ഇപ്പോൾ പണ്ടത്തേനേക്കാളും അതിരൂക്ഷമായിട്ടാണ് ഈ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികളും ആശുപത്രിക്കാരുടെ സമീപനവും തുടർന്ന് പോലീസിൻ്റെ സമീപനമെല്ലാം. പറഞ്ഞിരുന്നു, ഇതൊരുപാട് പ്രയാസങ്ങൾ എല്ലാ വിഭാഗം ആളുകളിലും ഉണ്ടാക്കുന്നതാണ്. പോലീസും ഇത് സന്തോഷത്തോടുകൂടി ചെയ്യണതല്ല, അവർക്ക് അല്ലാതെ തന്നെ ഒരുപാട് പണിയുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്തേ പറ്റൂ. ആശുപത്രിക്കാർക്കും സന്തോഷം ഉണ്ടാവില്ല. നാളെ പോലീസ് വന്ന് ഇവരെ നാളെ പ്രതിയാക്കുമോ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിക്കാർ കൊടുക്കുന്നത്. വീട്ടുകാർക്ക് ആണെങ്കിലോ വസ്തുത അറിയാം, ഇദ്ദേഹം വീട്ടിൽ നിന്ന് സാധാരണ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് പോയതാണെന്നും ഇദ്ദേഹത്തിന് പറയത്തക്ക പ്രയാസങ്ങളോ അസുഖങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നും എന്തോ അവിചാരിതമായ കാരണത്താൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചാണെന്നും.
അപ്പോൾ ഇത് നമ്മളൊരു ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഈ പരിസരത്തുള്ള ആളുകളുടെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതലും അറിയുന്നത്. ഇപ്പോൾ സർവീസിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വൈഡായിട്ടുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറവായത് കാരണം ഇപ്പോൾ പരിസരത്തുള്ള ആളുകളുടേതാണ് അറിയുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ 2 പേരുടെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഈ ന്യൂസ് പേപ്പറുകളിലും മറ്റും നോക്കുമ്പോഴും ഈ കുഴഞ്ഞു വീണ് മരിച്ചവരുടെ എണ്ണം ക്രമാതീതമായ രീതിയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പണി കൂടുന്ന ഈ ഏർപ്പാട് അത് മുന്നോട്ടിങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു ശരിയായ കാര്യമല്ല. അത് ചില കാര്യങ്ങളിൽ അക്രമികൾ ഈ അവസരം ചിലപ്പോൾ ഉപയോഗിക്കും. ഈ ആളെ കൊന്നിട്ട് ഏതെങ്കിലും രീതിയിൽ കൊന്നിട്ട് അത് കുഴഞ്ഞു വീണുള്ള മരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ. അതിന് സംഭവവും ഉണ്ട്. പക്ഷെ നമ്മുടെ നീതി നിർവഹണത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെയും ശിക്ഷിക്കപ്പെടരുത്. മനഃപൂർവ്വം നമ്മളതിന് വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ടാക്കരുത്. ഇത് നമുക്കൊരു ചെറിയൊരു ധാരണ കിട്ടും പോലീസിന്. ഈ രീതിയിൽ എല്ലാവരുടെ അടുത്തും അപ്പം തന്നെ വന്നു കഴിഞ്ഞിട്ട് ഒരു സീനിയറായിട്ടുള്ള ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ധാരണയൊക്കെ കിട്ടും. ആ ധാരണ പുറത്ത് അദ്ദേഹത്തിന് തീരുമാനിക്കാം, അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനിക്കാം ഇത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കേണ്ടതാണോ അല്ല വിട്ടുകൊടുക്കേണ്ടതാണോ. അങ്ങനത്തെ രീതിയിൽ വിവേചനാധികാരം ഉപയോഗിച്ചാൽ ഇപ്പം നടത്തുന്ന പോസ്റ്റ്മോർട്ടങ്ങളിൽ 90% ഒഴിവാക്കാൻ സാധിക്കും. ഒരു 10% അപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവാം. ഇനി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഈ മരിച്ച ആൾക്ക് ഏതെങ്കിലും ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ ആ സമയത്ത് അവിടെ ഹാജരായിട്ട് പറയും, അല്ല സാറേ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് സംശയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അത് കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. ആ ഉദ്യോഗസ്ഥൻ പിന്നെ ഒരിക്കലും ഇതിന് സംശയമില്ലാത്തൊരു ബോഡിയാണ് വിട്ടുകൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തൂല. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ കുറവായിരിക്കും. അത് ഉണ്ടെങ്കിൽ തന്നെയും ഈ നമുക്ക് ഇതൊന്നും പ്രശ്നമല്ലാത്ത ആ മരണം, അങ്ങനെ മരിച്ച ആളുകളുടെ ബോഡിയെങ്കിലും നമുക്ക് ബഹുമാന പുരസ്സരം കൊണ്ടുപോയി അതിനെ സംസ്കരിക്കാൻ പറ്റും അവരവരുടെ മതാചാരപ്രകാരം. അപ്പം അത് ഒരു ഡിസ്കഷൻ നല്ലതാണ് സമൂഹത്തിൽ. അങ്ങനത്തെ ഡിസ്കഷനുകളാണ് ഗവൺമെൻറ്റിനെ കൊണ്ട് പല തീരുമാനങ്ങളും എടുപ്പിക്കാൻ സാധിക്കുക. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനുള്ള കഠിന ശ്രമത്തിലാണ് നിൽക്കുന്നത്. ആ ശ്രമം ആണ് ഇങ്ങനത്തെ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത്.